ഏകദേശം ഒരു സൺസെറ്റിലായാലോ ഞാനൊരു സ്പോട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് ഇവിടുത്തെ കോഴി ഐറ്റംസിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിലെ ഒരൈറ്റം. ഇവിടുന്ന് ലേശം ചോറും കറിയും കഴിക്കാമെന്ന് വിചാരിച്ച്. ചോറിൻ്റെ കൂടെ ഒരു പാത്രത്തിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന കള്ളപ്പൂല്ലേ, കള്ളപ്പൂ, അതായത് നമ്മളെ നാട്ടിലുള്ള കിണ്ണത്തപ്പൂല്ലേ, ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഹലോ. അപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് എല്ലാവരും തിരിച്ചങ്ങ് നാട്ടിലേക്ക് പോയാലോ, ഞാൻ അവിടുന്ന് തിരിച്ചിട്ടിങ്ങ് ഗോവയിലേക്കാണ് വന്നത്. എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ടാണ് പോകേണ്ടത്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു 2 ദിവസം ഇവിടെ നിന്നിട്ട് പോകാമെന്ന്. അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി ക്യാബ് ബുക്ക് ചെയ്ത് ഇനി നേരെ റൂമിലോട്ടേക്ക്. രാകേഷ് ഭായിൻ്റെ ക്യാബിലാണ് ഞാൻ പോകുന്നത്. മൂപ്പർക്കാകെ 20 വയസ്സേ ഉള്ളൂ ഇപ്പോൾ. 17ാമത്തെ വയസ്സിൽ ചങ്ങായി ടാക്സി ഓടിക്കാൻ തുടങ്ങിയെന്ന് പോലും. അങ്ങനെ മൂപ്പരെ കാറിൽ കയറിയിട്ട് നേരെ റൂമിലേക്ക് വിട്ടേ. റൂം അങ്ങനെ കാണിക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം കാണിക്കുന്നൊന്നുമില്ല. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ, അതായത് ക്രിസ്മസിൻ്റെ സമയത്താണ് ഞാൻ പോയത്. അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ഇത് അന്നേ ദിവസം വൈകുന്നേരം ഞാൻ അവിടുന്ന് കഴിച്ച കട്ട് ഫ്രൂട്ട്സും പിന്നെ ബ്രെഡ് ഓംലേറ്റും ചായയാണ്. ചായ 2 വട്ടം കുടിച്ചിരുന്നു. ബ്രെഡ് ഓംലേറ്റിന് നല്ല ടേസ്റ്റിലുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഒന്ന് റൂമിലോട്ട് പോയി കുളിച്ച് ഫ്രഷായിട്ട് വൈകുന്നേരം ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി. എന്നിട്ടൊരു സ്കൂട്ടി റെൻറ്റിനെടുത്ത് 2 ദിവസത്തേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. ഒരു ദിവസത്തേക്ക് 650 റുപ്യാണ് കേട്ടോ സ്കൂട്ടീൻ്റെ റേറ്റ്. ഞാൻ താമസിക്കുന്നിടത്ത് അങ്ങനെ പെട്രോൾ പമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കടകളിൽ പെട്രോൾ വിൽക്കുന്നുണ്ട്. അവർ പെട്രോൾ പമ്പിൽ വിൽക്കുന്നതിനേക്കാളും 1 ലിറ്ററിന് 28 റുപ്യ കൂട്ടിയിട്ടാണ് വിൽക്കുക. ഞാൻ പിന്നെ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് അവിടുന്ന് വെറുതെ അധികം പൈസ കൊടുത്തിട്ട് പെട്രോൾ വാങ്ങിച്ചിട്ടില്ല. പെട്രോൾ അടിക്കാനായിട്ട് ഒരു 10 കിലോമീറ്റർ ദൂരെ പോയിട്ട് പമ്പിൽ നിന്ന് തന്നെ കറക്റ്റ് പൈസക്ക് പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് വരുവാ ചെയ്തത്. അതും ഫുൾ ടാങ്കൊന്നും ആക്കിയിട്ടൊന്നുമില്ല. ഒരു 310 റുപ്യക്ക് അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ താമസിച്ചതിൻ്റെ ഹോട്ടലിനടുത്തുള്ള ബീച്ചിൽ പോയി. മോജിം ബീച്ചിൽ. ഞാൻ മോജിമിലാണ് കേട്ടോ താമസിച്ചത്. എന്നിട്ട് അവിടുന്ന് ബീച്ചിൽ വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിട്ട് കുറച്ച് കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ടിട്ട് ഏകദേശം ഒരു സൺസെറ്റിലായാലോ ഞാനൊരു സ്പോട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഉള്ളത് പറയാലോ, ഗോവയിൽ വരുന്നുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ട് പോകണം 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 എന്ന് വിചാരിക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണിത്. ഇതാണ് ഇവിടുത്തെ കോഴി ഐറ്റംസിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിലെ ഒരൈറ്റം. ചിക്കൻ കഫ്രേൽ. അതാണ് ഈ ഐറ്റത്തിൻ്റെ പേര്. കുറച്ചൊരു സ്പൈസി തന്നെയാണ് കേട്ടോ ഈ സാധനം. പിന്നെ ചിക്കൻ നല്ല നല്ല സോഫ്റ്റ് വരും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം, ആ പുറത്ത് കാണുന്ന മസാലേൻ്റെ ഒരു ഫ്ലേവർ ഏകദേശം ചിക്കൻ്റെ അങ്ങ് ഉള്ളിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇവിടുന്ന് കഴിച്ചത് ഈ അയക്കൂറേൻ്റെ ഒരു ഫ്രൈയാണ്. അയക്കൂറ റവ ഫ്രൈ. മാംഗ്ലൂരും ഗോവയിലെല്ലാം കിട്ടുന്ന ഇവരുടെ ഓത്തൻറ്റിക് കിങ് ഫിഷ് റവ ഫ്രൈ. അതാണ് ഈ ഐറ്റം. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് എൻജോയ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അനക്കറിയില്ലേ. അനക്ക് മറ്റേ നോർമൽ മീൻ പൊരിച്ചെല്ലാമാണ് ഇഷ്ടം. ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മെയിനായിട്ട് സീ ഫുഡ് തന്നെയാണല്ലോ. അങ്ങനെ ഇവിടുന്ന് ഒരു ചെമ്മീൻ്റെ ഐറ്റം കഴിച്ച്. ഇതാണ് പ്രോൺസ് റഷ്യാഡോ. ഇതിൻ്റെ കൂടെ ഒരു ബ്രെഡ് വന്നേ, പക്ഷേ അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള, പുറത്തെ ലെയർ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളൊരു കുബൂസ് പോലത്തെ ഒരു ബ്രെഡ് ആയിരുന്നു സാധനം. നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു കുബൂസ് എന്ന് പറയാം. ആ ബ്രെഡും നമ്മളെ പ്രോൺസ് ഫ്രഷ് ആഡും കൂടെ ഇതാ ഇങ്ങനെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് പിടിച്ച് കഴിച്ചു നോക്കി. പിന്നെ അതേ ബ്രെഡ് നമ്മൾ ആ ചിക്കൻ കഫ്രയിലില്ലേ അതിൻ്റെ കൂടിയും കൂട്ടിയിട്ട് അങ്ങോട്ട് പിടിച്ച്. സാധനം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ചിക്കൻ കഫ്രയിലും ടേസ്റ്റ് ഉണ്ട്, പിന്നെ പ്രോൺസ് റഷ്യാഡും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ കിങ് ഫിഷ് ഫ്രഷ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിങ്ങനെ റവയിലും കൂട്ടി പൊരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ഫ്രഷ് ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുക അതെനിക്കറിയില്ലേ. അങ്ങനെ അത് മൂന്നും കഴിച്ചു നോക്കിയ ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് ലേശം ചോറും കറിയും കഴിക്കാമെന്ന് വിചാരിച്ച്. ചോറിൻ്റെ കൂടെ ഒരു പാത്രത്തിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന കള്ളപ്പൂല്ലേ, കള്ളപ്പം, ഏകദേശം അതുപോലത്തെ ഏകദേശം അതിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു ഐറ്റം ഉണ്ട്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പോർക്കിൻ്റെ ഐറ്റം, പോർക്ക് വിന്താലു. പിന്നെ നമ്മൾ ആ ചോറിൻ്റെ കൂടെ ഒരു ഫിഷ് കറി വരുന്നുണ്ട്, ഉണക്ക ചമ്മന്തി ഉണ്ട്, അച്ചാറെല്ലാം ഉണ്ട് കേട്ടോ. അതിന് മൊത്തത്തിൽ ഒരു പേരുണ്ട്, മോട്സോ കറി റൈസ്, അങ്ങനെയാണ് അതിനെ വിളിക്കുക. അപ്പോൾ ആദ്യം ആ ചോറ് കഴിക്കുന്നതിന് മുമ്പേ ഈ പോർക്ക് വിന്താലു ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ പോർക്ക്. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഈ സാധനം. ഇനി അത് ഇതാ ഈ അപ്പത്തിൻ്റെ കൂടെ ഒന്ന് പിടിച്ച് നോക്കട്ടെ. ഇത് നമ്മളെ നാട്ടിൽ കള്ളിനെ കൊണ്ടുണ്ടാക്കുന്ന കള്ളപ്പൂല്ലേ, ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ അപ്പത്തിൻ്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്ത് അതിൻ്റെ മേലേക്ക് പോർക്കിങ്ങനെ എടുത്ത് അവിടെ വെച്ച് ഒന്ന് ഞെക്കി എന്നിട്ട് ആ അപ്പോ പോർക്കും രണ്ടും കൂടി ഇതാ ഇങ്ങനെ ഒരുമിച്ച് എടുത്തിട്ട് വേണം കഴിക്കാൻ. കാണുമ്പോൾ ഇത് കുറച്ച് എരിവല്ലുള്ള പോലത്തെ ഒരു കറി പോലെ തോന്നുമെങ്കിലും ഇത് ഒരു തരത്തിലൊരു സ്പൈസി ഗ്രേവി ആയിരുന്നില്ല കേട്ടോ. കഴിക്കാൻ തുടങ്ങി ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിന്ന് പോകുന്ന ഒരു ടൈപ്പ് ഫ്ലേവറില്ലേ, കുറച്ചൊരു ടാങ്കി ഫ്ലേവറിലുള്ള പോലത്തെ അങ്ങനത്തെ ഒരു ഗ്രേവി ചെയ്യുന്നത്. ഇനി എന്നാൽ പിന്നെ ഇവിടുത്തെ ചോറും മീൻകറിയും കഴിക്കട്ടെ. ഈ മീൻ എന്ന സംഭവം എന്ന് മനസ്സിലായാ? നമ്മളെ നാട്ടിലുള്ള മോദയില്ലേ, മോദ, അതാണ് കേട്ടോ ഇത്. അതിനെയാണ് ഇവരിവിടെ മൊത്സ എന്നെല്ലാം വിളിക്കുന്നത്. മൊട്സാന്ന MODS, അതാണ് സ്പെല്ലിങ്. അപ്പോൾ ചോറിൻ്റെ കൂടെ പിന്നെ ഉണക്ക് ചമ്മന്തി ഉണ്ട്. ഗോവയിൽ പിന്നെ എല്ലാ സ്ഥലത്തും ഉണക്ക് ചമ്മന്തി കിട്ടും പോലെ. പിന്നെ നമ്മളെ ബീട്രൂട്ട് ഈത്തപ്പഴത്തിൻ്റെ ഒരു അച്ചാറും ഉണ്ട്. ഇവിടെയുണ്ട് ബീട്രൂട്ട് ഈത്തപ്പഴ അച്ചാർ. ഈ മീനുണ്ടല്ലേ ഭയങ്കര ഫ്രഷ് ചെയ്യണം കേട്ടോ. ഭയങ്കര ഫ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫ്രഷ് ചെയ്യണം. കുറച്ച് കറിയില്ല, കുത്തിരി ചോറും മീൻകറിയും കൂടെ കൂട്ടിക്കുഴച്ച് കഴിച്ചേ വാവ്, സൂപ്പർ. പിന്നെ ആ അച്ചാറും ഉണക്ക് ചെമ്മീൻ്റെ ചമ്മന്തിയെല്ലാം കൂട്ടിക്കുഴച്ച ചോറുണ്ടല്ലോ, മീൻകറിയെല്ലാം കൂട്ടിക്കുഴച്ച ചോറിൻ്റെ കൂടെ അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് എന്നിട്ട് മോതേൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് എടുത്ത്
അത് ആ ചോറിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് വാരിയെടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് ഞാനതങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നേ. പിന്നെ ഇത്രയും നേരം നിർത്താണ്ട് കഴിച്ച ആ ഫ്ലേവറിലൊന്നും ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു മൊയ്റ്റോ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഒരു വെർജിൻ കൊക്ക മൊയ്റ്റോ. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടുന്നൊരു ഡെസേർട്ട് അങ്ങോട്ട് ഓർഡർ ചെയ്ത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ആ ഡെസേർട്ട്. ബെബിൻക എന്ന് പേരുള്ള ഗോവയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഡെസേർട്ട് വിത്ത് എ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം. ഇത് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലും മുട്ടേൻ്റെ മഞ്ഞയും പഞ്ചസാരയും പിന്നെ ഓൾ പർപ്പസ് ഫ്ലോറും എല്ലാം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മളെ നാട്ടിലുള്ള കിണ്ണത്തപ്പൂല്ലേ, ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇത് കുറച്ച് ഒരു ലെയേർഡ് ആയിട്ടാണ് സാധനം വരുന്നത്. ചെറിയ നേരിയ ലെയേഴ്സ് ആയിട്ടാണ്. അതിൻ്റെ കൂടെ ഇതാ ഈ ഐസ്ക്രീം ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാനുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന് കുറച്ച് നല്ലോണം എഡിക്റ്റായി പോയിന് കേട്ടോ. നമ്മൾ കിണ്ണത്തപ്പൂല്ലേ, കിണ്ണത്തപ്പം ഏകദേശം ആവുന്നതിന് കുറച്ച് മുമ്പേ ആ പശ പോലെ ഉണ്ടാവില്ലേ, അതിൻ്റെ കൂടെ ഐസ്ക്രീം കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കുറേ മുമ്പ്. അതാണ് പെട്ടെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ ഓർമ്മ വന്നത്. അതിനുശേഷം വീണ്ടും ഒരു ഡെസേർട്ടും കൂടി ഓർഡർ ചെയ്തത്. അതാണിതാ ഇത്. ഇതിൻ്റെ പേരാണ് സെറാഡോറ. ഇതിനും 250 രൂപ തന്നെയാണ് റേറ്റ്. നേരത്തെ കഴിച്ച മറ്റേ ഡെസേർട്ടിനും സെയിം റേറ്റ് തന്നെയാണ്. ഇതും ഒരു ഗോവൻ സ്പെഷ്യൽ ഡെസേർട്ട് തന്നെയാണ്. ഗോവൻ ഡെസേർട്ടിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓവർ മധുരം ഉണ്ടാവില്ല എന്നുള്ള. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ മടുക്കുകയില്ല. പിന്നെ ഞാൻ അവസാനം ഇവിടുന്ന് ഒരു തായ് വാട്ടർമെലൺ സാലഡും കഴിച്ചിന്. അതെന്തോ എൻ്റെ ടേസ്റ്റ് ബഡ്സിനൊരു സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് ദി ഫിഷർമാൻസ് വാഫ് എന്നാണ്. ഇവർക്ക് ഗോവയിൽ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പോയത് ഗോവയിൽ കലങ്കൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് ഈ ലൊക്കേഷൻ. എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ശരി.